നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ തത്തയുടെ ഭക്തി. പക്ഷികൾക്ക് ഭക്തിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷികൾക്ക്, മൃഗങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്. കേട്ടിട്ടില്ലേ മഹാവിഷ്ണുവിൻ്റെ കഥയിൽ? മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡന് മഹാവിഷ്ണുവിനോട് ഭയങ്കര ഭക്തിയാണ്. പിന്നെ സർപ്പങ്ങൾക്ക് മഹാദേവനോട് ഭക്തിയാണ്. അതുകൂടാതെയും പക്ഷികളൊക്കെ ഉണ്ട്, ധാരാളം പക്ഷികളുണ്ട്. മയിൽവാഹനൻ സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിന് മയിലിന് സുബ്രഹ്മണ്യനോട് ഭക്തിയാണ്. അതുപോലെ മൃഗങ്ങൾ, വാജിവാഹനൻ അയ്യപ്പൻ എന്നാണ് പറയുക. വാജിവാഹനം എന്ന് പറഞ്ഞാൽ കുതിരയാണ് കേട്ടോ വാഹനം. പുലിവാഹന അയ്യപ്പ എന്ന് പറഞ്ഞാൽ ശരണം വിളിക്കും. പുലിയെ കാട്ടിൽ നിന്ന് തെളിച്ച് കൊണ്ടുവന്നത് കൊണ്ട് പുലിവാഹനം എന്ന് പറയണമെന്നുള്ളൂ. ആക്ച്വലി അയ്യപ്പൻ്റെ വാഹനം വാജിവാഹനം. വാജി എന്ന് പറഞ്ഞാൽ കുതിര. കുതിരപ്പുറത്താണ് അയ്യപ്പൻ്റെ സഞ്ചാരമൊക്കെ ഉണ്ടായിരുന്നത്. പടം നയിച്ചതൊക്കെ പടപ്പുറപ്പാടൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയാണല്ലോ. അപ്പം ഇവിടെ തത്ത ഒരു പക്ഷിയാണ്. ആ തത്തയുടെ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു സാധാരണ മലയാള കവി രാമായണം കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കഥ പറഞ്ഞിട്ടുണ്ടെന്ന്? ഒരു തത്തയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. ശാരിക പൈതലേ വരിക ആരോമലേ എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഒരു കഥ പറയും. അത് പാലും പഴമൊക്കെ കൊടുത്ത് സൽക്കരിക്കും. ശാരിക എന്ന് പറഞ്ഞാൽ തത്ത. ശാരിക പൈതലേ എന്ന് വെച്ചാൽ എൻ്റെ തത്തക്കുട്ടി ഒന്ന് വരൂ വേഗം, ദാ ഈ പാല് കഴിക്കൂ, പഴം തിന്നു, എന്നിട്ട് എനിക്ക് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കഥ ഒന്ന് പറഞ്ഞു തരൂ എന്ന തുടക്കത്തോടെയാണ് രാമായണ കഥ പറയുന്നത്. അങ്ങനെ കിളിയെ ക്ഷണിച്ച് വരുത്തി കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിക്കാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് ആചാര്യൻ എഴുത്തച്ഛനാണ് കേട്ടോ. നമുക്കിനി കഥയിലേക്ക് വരാം. ഇവിടെ തത്തയുടെ ഭക്തി, അതും ശാരിക തത്തയായിരുന്നു, ഇതും ഒരു ശാരികയാണ്. പണ്ട് ഒരു രാജ്യത്ത്, അതായത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായർ എന്നൊരു രാജ്യം ഭരിച്ചിട്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശത്തുള്ളൊരു രാജ്യം കേട്ടോ. നമ്മുടെ ബാഹിഷ്മതി നദിയൊക്കെ ഒഴുകുന്നത് ഈ വിജയനഗര സാമ്രാജ്യത്തിലൂടെ. ഇപ്പം ബാഹുബലി കണ്ടവർക്കൊക്കെ മാഹിഷ്മതി അറിയാലോ. അദ്ദേഹം ഒരു ദിവസം ഈ തത്ത രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ഈ തത്ത ഒരു തത്തയെ വളർത്തി എങ്ങനെയോ അവിടെ വന്ന് ചേർന്ന രാജ്യകൊട്ടാരത്തിൽ. പക്ഷേ ആ തത്തയ്ക്കൊരു ഗുണമുണ്ടായിരുന്നു. ആരെ കണ്ടാലും നമശിവായ നമശിവായ എന്ന നാമം ചൊല്ലും. ഏത് സമയത്ത് ആരെ കണ്ടാലും നമശിവായ. ചില പക്ഷികൾ സംസാരിക്കും. തത്ത എന്ന് പറയുന്ന പക്ഷി ശരിക്കും സംസാരിക്കുന്ന പക്ഷിയാണ്. പല സ്ഥലങ്ങളിലും സംസാരിക്കുന്ന പക്ഷികളെ കാണും. നമ്മൾ പറഞ്ഞത് അതേപടി ഏറ്റു പറയും. അതിനേക്കാളൊക്കെ വളർന്നുണ്ടെങ്കിൽ തന്നെ ചിന്തിച്ച് പറയുന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റു പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു തത്തയുണ്ടായിരുന്നു. തത്തയും കൂടും ഉണ്ടായിരുന്നു. അത് ഒരു കാറ്റത്തും മഴയത്തും മുറ്റത്ത് വന്ന് വീണു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അത് കൂട്ടം തെറ്റി. കൊച്ചു പക്ഷിയാണ്. അതിന് അപ്പം എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ അതിൻ്റെ കാലിൻ്റെ പരിക്കുകളൊക്കെ മാറാനായിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ ശുശ്രൂഷിച്ചു. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം സാധാരണ എൻ്റെ മൂത്ത സഹോദരൻ വന്നാൽ ഞങ്ങളെല്ലാവരും അവനോടുള്ളൊരു സ്നേഹവാത്സല്യം, 8-10 വയസ്സിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേര്. ഉണ്ണി വന്നു അമ്മേ, ഉണ്ണി വന്നു അമ്മേ, വലിയമേ ഉണ്ണി വന്നു അമ്മ, ഉണ്ണി വന്നു ഇങ്ങനെ പറയാറുണ്ട്. അതൊരു സന്തോഷമായിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ പക്ഷി അപ്പോൾ ഒരു തത്തയുടെ കൂടൊക്കെ ഉണ്ടാക്കി ആ കൂടിനകത്തൊക്കെ ഇട്ട് ഇതിന് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മർത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണി വരികയും അപ്പോൾ ഈ തത്ത ഉണ്ണി വന്നു അമ്മേ, ഉണ്ണി വന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതാരാ ഈ പറയണേ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ എന്താ തത്തയെ പറയണേ. പിന്നീട് അത് പറയണത് ശരിയാണോന്നറിയാൻ വേണ്ടി വല്ലതിക്കലൊക്കെ പോയി ഒന്ന് മാറി നിന്നിട്ട് അവൻ വീണ്ടും വരുമ്പോൾ ഇവനെ കാണുക കഴിയുമ്പോൾ 10 വയസ്സുള്ള കുട്ടിയാണ് അവൻ. ഉണ്ണി വന്നു അമ്മേ, ഉണ്ണി വന്നു എന്നിങ്ങനെ പറയാം. അങ്ങനെ ഒരു തത്ത സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തത്തയുടെ ഭക്തി. ഈ തത്ത പറയണ എന്താണെന്നോ? നമശിവായ നമശിവായ നമശിവായ. ആരെ കണ്ടാലും നമശിവായ. ഓ മഹാദേവൻ്റെ മന്ത്ര, പഞ്ചാക്ഷരി മന്ത്ര, നമശിവായ. അപ്പോൾ ഭക്തി, നല്ല ഭക്തിയുള്ള തത്ത. അപ്പോൾ രാജാവ് എന്ന് വിചാരിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ വളർത്തി. നല്ല ഭക്തിയുള്ള തത്ത. അത് രാജകൊട്ടാരത്തിനും രാജ്യത്തിനും ഒക്കെ ഒരു ഐശ്വര്യം തന്നെയാണ്.
എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയാണ് ആന്ധ്രാപ്രദേശിൽ ഇവിടെ തന്നെ തെനാലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ തെനാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ് രാമൻ എന്ന് പറയുന്നത്. അയാളെ അറിയുന്നത് തെനാലി രാമൻ എന്നുള്ള പേരിലാണ്. ആ ബുദ്ധിശാലിയാണ്, സൂത്രശാലിയാണ്. ആളുടെ ബുദ്ധിശക്തി കൊണ്ടാണ് രാജാവ് മന്ത്രിയാക്കി വെച്ചേക്കുന്നത്. പല മന്ത്രിമാരുള്ളതിൽ ഒരാൾ എപ്പോഴും കൂടെ നടക്കുകയും സന്തത സഹചാരിയായിട്ട് ഇങ്ങനെ കൂടെ നടക്കും, വർത്താനൊക്കെ പറയും, കൃഷി സ്ഥലങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണും, അങ്ങനെയൊക്കെ ക്ഷേത്രദർശനത്തിന് മുമ്പൊന്ന് കൂടെ പോകും. അങ്ങനെയൊക്കെ ആയിട്ടാണ് തെനാലി രാമൻ. അപ്പോൾ ഒരു ദിവസം രാജാവ് പറഞ്ഞു, ഏയ് രാമ, നമ്മുടെ തത്തയെ താൻ കാണുന്നുണ്ടായില്ലേ? അത് നമ്മൾ ആരെ കണ്ടാലും നമശിവായ നമശിവായ എന്നിങ്ങനെ പറയും. നല്ല ഭക്തിയുള്ളൊരു തത്ത അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തെനാലി അങ്ങനെയൊക്കെ ഞാൻ വിരോധമൊന്നുമില്ല വെച്ചാൽ ഞാൻ സത്യം പറയാം, വിരോധമൊന്നും എന്നോട് തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, വിരോധമൊന്നുമില്ല, താൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ താത്തയ്ക്കൊരു ഭക്തിയില്ല. തത്തയ്ക്ക് ഭക്തിയില്ലേ? അപ്പോൾ അത് നമശിവായ പറയണത്, നമശിവായ പറയണത് കാര്യമുണ്ട്, അതുകൊണ്ട് നമശിവായ പറയുന്നു. എന്ത് കാര്യം? ആ തത്തയെ കാണാൻ വരുന്നവരൊക്കെ കണ്ട് കാഴ്ച വയ്ക്കാറില്ലേ? അതും തത്തയെ കാണാനായിട്ട് തന്നെ ചിലർ ഭക്തജനങ്ങൾ വരുന്നവർ ചിലർ പാല് കൊണ്ടു കൊടുക്കും, ചിലർ പഴങ്ങൾ കൊണ്ടു കൊടുക്കും, ചിലർ നെൽക്കതിര് കൊണ്ടു കൊടുക്കും, അങ്ങനെ ചിലർ ഇത് കൊത്തിപ്പറക്കി തിന്നാവുന്നത് അല്ലെങ്കിൽ തത്തയ്ക്ക് ഇഷ്ടമുള്ളത് കഴിക്കാവുന്നതൊക്കെ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടു കൊടുക്കും. ഭക്ഷണ സാധനം, വെള്ളം, കുടിക്കാനുള്ള പാലും ഇതൊക്കെ കൊണ്ടു കൊടുക്കും. അത് അങ്ങ് കാണാറുള്ളതാണല്ലോ, അതിനെ കാണാറുണ്ട്. അതൊക്കെ ഭക്തിയുള്ളൊരു തത്തയോടുള്ളൊരു സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അത് ഭക്ഷണ സാധനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തി. അല്ലാതെ കണ്ട് തത്തയ്ക്ക് ഭക്തിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ഭക്തിയില്ല. തിരുമനസ്സിന് വെറുതെ തോന്നുന്നതാണ്. അയ്യോ, താൻ അങ്ങനെ വെറുതെ കാര്യമില്ലാണ്ടെന്ന് പറയും. ഏയ്, ഞാൻ കാര്യമില്ലാണ്ടെന്നല്ല പറയണം, ഞാനിതിന് തെളിയിച്ച് തരാമോ? ഓ, തെളിയിച്ച് തരാമല്ലോ. ഭക്തിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നേരം ഉണ്ടാവില്ല, അതുണ്ടാവും. എന്നാൽ ഭക്തിയൊന്നുമല്ല, ഞാൻ തെളിയിച്ച് തരാം. അങ്ങനെ ഇവിടെ തന്നെ കഴിഞ്ഞു കുറച്ച് ദിവസം 2-3 ദിവസം. പിന്നെ അതിൽ തന്നെ രാമൻ വന്നില്ല, കൊട്ടാരത്തിലേക്കൊന്നും വന്നില്ല. രാമൻ എവിടേക്ക് പോയി, ആളെ അയച്ച് വിളിപ്പിക്കണം ഇനി എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം രാമൻ വന്നു. അപ്പോൾ കയ്യിലൊരു സഞ്ചിയുണ്ട്. എന്താണോ ഈ സഞ്ചിയിലൊരു വസ്തുവാണ്, പറയാം, അങ്ങേക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ വേണ്ട, വരും, നമുക്ക് തത്തയെ കാണാൻ പോവാം. തത്ത തെനാലി രാമന് രാജ്യം കൂടിയായിട്ടുണ്ടപ്പോൾ നമശിവായ എന്ന് പറഞ്ഞ് ബഹളായി. ഒരുപാട് നമശിവായ പറഞ്ഞു, കണ്ടോടോ ആ തത്തയുടെ ഒരു പാടുക നോക്കാം, നമ്മളെ കണ്ടിട്ടാണ് ഈ പറയണത്, എത്ര നമശിവായ ഈ പറയണത്. ആ തത്തയ്ക്ക് ഭക്തിയില്ല, താൻ എന്താ ഈ പറയണത്? അത് അന്ന് നോക്കിക്കോളും, ഈ പറയലൊക്കെ ഇതാവുന്നു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആവട്ടെ എന്ന് പറഞ്ഞ് രാജാവ് കൊട്ടാരത്തിനകത്തേക്ക് പോയി ഇത്തിരി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. തെനാലി രാമൻ എന്ത് ചെയ്തു? രാജാവ് അങ്ങ് വരുമ്പോൾ ഇപ്പം പറയും നമശിവായ എന്ന് പറഞ്ഞു തുടങ്ങി. രാജാവിനെ കണ്ട വഴി വേഗം ഈ സഞ്ചിക്കകത്ത് ഒരു പൂച്ചയെ കൊണ്ടുവന്നേക്കുന്നു. പൂച്ച എന്ന് പറഞ്ഞാൽ തത്തയ്ക്ക് ശത്രുവാണ്. പൂച്ച തത്തയെ കണ്ട കൊന്നു തിന്നും, തത്തയാണെ പൂച്ചയെ കണ്ട ജീവനും കൊണ്ട് ഓടും. അപ്പോൾ പൂച്ചയെ കൊണ്ടുവന്ന് അവിടെ ഇരുന്നപ്പോൾ പൂച്ച അവിടെ വന്നിരുന്ന് ഈ തത്തയെ കണ്ട വഴിക്ക് ഹായ് സുഖമായി, ഇന്നത്തെ എൻ്റെ ഭക്ഷണം, സന്തോഷമായി, സദ്യ തന്നെ എനിക്ക്, ഈ തത്തയും കൂടെ കിട്ടുമല്ലോ തിന്നാൻ, എന്നതിനെ പിടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മ്യാവ് മ്യാവ് 2 കരച്ചിൽ. തത്ത നോക്കുമ്പോൾ പൂച്ചയെ തന്നെ കണ്ടുമില്ല സത്യം. വേഗം ആ കൂടിൻ്റെ അകത്തൊരു ഭാഗത്ത് ഒതുങ്ങിപ്പോയിരുന്നു. തത്ത പിന്നാൻ വേണ്ടിയിട്ടില്ല. ശബ്ദം കേട്ടിട്ടെങ്ങനെ തന്നെ കണ്ടെങ്കിലൊന്നും, പക്ഷെ പൂച്ച കണ്ടു, അത് വേറെ കാര്യം. തന്നെ കണ്ടാലെങ്ങാനും ഇനി പിടിച്ച് തിന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് തത്ത പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. അപ്പോഴേക്കും രാജാവും അടുത്തെത്തി, തെനാലിയും കൂടി വന്നു കഴിഞ്ഞിട്ട് എന്താണ്ടായി? ഇവരെ കണ്ടിട്ട് തത്ത മിണ്ടിയില്ല, അക്ഷരം ഒരു മന്ത്രവും ചൊല്ലിയില്ല, നമശിവായം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, മിണ്ടാണ്ട് നിൽക്കാണ്ട് ഒരു ഭാഗത്ത് മാറിയിരിക്കുക. അപ്പോൾ തെനാലി രാമൻ പറഞ്ഞു, തിരുമനസ്സേ ഒന്ന് നോക്കൂ, തത്ത വല്ലതും മിണ്ടിയോ? ഇല്ലല്ലോ, തത്ത ഒന്നും മിണ്ടിയില്ലല്ലോ, അത് നമ്മളെ കണ്ടില്ല എന്നിരിക്കുക, ഇത് കാണാനേ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നുള്ളതാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഈ കൂടൊന്നും അങ്ങോട്ട് തുറന്നു വിട്ടാൽ തത്ത പുറത്തേക്ക് പറന്ന് ഓടിപ്പോവും. കാണോ?
എന്താ അങ്ങനെ എന്താന്നോ തന്നെ കൊല്ലാനായി ഈ പൂച്ച വന്നേക്കണെന്നുള്ള കാര്യം മനസ്സിലായി തത്തയ്ക്ക്. അപ്പോൾ പിന്നെ എന്ത് ഭക്തി, ആരോട് ഭക്തി? പാവപ്പെട്ട ഭക്തിയായിരുന്നു ഉണ്ടായിരുന്നത്, കള്ളഭക്തി, കപടഭക്തി എന്ന് പറഞ്ഞ് തെനാലിരാമൻ ഈ കൂട് പതുക്കനെ തുറന്ന വഴിക്ക് പോഞ്ഞ് അടുത്ത മരത്തിലേക്ക് മുറ്റത്തുനിൽക്കുന്ന തേന്മാവിൻ കുപ്പത്തേക്ക് തത്തങ്ങട്ട് പറന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. പൂച്ച അങ്ങോട്ട് കയറിയില്ല, മരം കയറില്ല പൂച്ച. അങ്ങനെ ഒരു വെച്ചാണ് തത്ത. ഇതായിരുന്നു തത്തയുടെ ഭക്തി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.